ഇത് പക്ഷേ അത് വെച്ച് കളിക്കുന്ന ഗെയിം അല്ല. ഇത് സ്മാഷ് ദ മോൾ എന്ന് പറഞ്ഞ ഗെയിമാണ് കേട്ടോ. പക്ഷേ ഇത് തന്നെയാണ്. ഇതാണോ ഗെയിം? ഈ ഗെയിമൊക്കെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചേട്ടനല്ലേ നമ്മൾ 2 ഗോൾഡ് കോയിൻ നമുക്ക് കിട്ടിയ 2 ഗോൾഡ് കോയിൻ കൊടുക്കുമ്പോഴത്തേക്ക് ആ ചേട്ടൻ അവിടെ നിന്ന് 2 ബോൾ തരും. ഈ ബോൾ വെച്ച് ഒരു സെറ്റ് ഉണ്ടല്ലോ, ഈ സെറ്റ് നമ്മൾ എറിഞ്ഞ് തള്ളി ഇടണം. എങ്ങാനും ആ 2 ബോളിൽ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 2 ബോൾ അവിടെ മേടിക്കണം. ആ ബോൾ മേടിക്കണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും 2 കോയിൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇത് മൊത്തം കോയിനും തീർക്കരുത്. കാര്യം അമ്മ കോയിൻ കൂടുതൽ കൊണ്ടുവന്നാലേ അമ്മയെ കാണാൻ പറ്റൂ. ഓക്കെ, അടിപൊളി. അടുത്ത ബോൾ എല്ലാം വീഴുവോ? 1 2 3 4. ഒന്നും കൂടെ അടുത്ത 2 കോയിൻ പോയി കേട്ടാ. അല്ല കുറ്റം പറഞ്ഞല്ലോ. അടുത്ത 2 കോയിനും പോവാണ്. മഞ്ജു പോലീസ് തീരാറായി. അതിൽ വീഴും, അത് വീഴും. നഷ്ടപ്പെട്ടോ? കൺഫ്യൂസ്ഡ് ആണോ? വഴിയറിയില്ലേ? നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ചിരിയിലൂടെയോ സന്തോഷത്തിലൂടെയോ നെറ്റി ചുളിക്കുമ്പോഴോ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുന്ന സ്ഥലം കണ്ടെത്തുക. ഇത്രയും ക്ലൂ തന്ന അവീത്തിന് നമ്മുടെ വക ഒരു സമ്മാനമുണ്ട്. ടേസ്റ്റി ആൻഡ് റിഫ്രഷിംഗ് എംപ്യൂർ ജ്യൂസ് ഫ്രം സൂര്യ TV. താങ്ക് യു സോ മച്ച് അഭിജിത്ത്. 2 എണ്ണം വീണ് കഴിഞ്ഞാൽ താങ്കൾക്ക് ലഭിക്കാൻ പോകുന്നത് താങ്കൾ കാത്തിരുന്ന കൂട്ടുകാരുടെ അമ്മയായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആദ്യത്തെ ബോൾ അതും പോയി. അങ്ങനെ അതും പോയി. അവസാനത്തെ കിഴി. വർണ്ണം വിളിച്ചിരിക്കുന്നു. പൂജ സാരമില്ല. പൂജയ്ക്ക് മൊത്തം 3 കിഴി കിട്ടിയിരുന്നു. ഇതിൽ 2 കിഴി കമ്പനി എടുത്തു. 1 കിഴിയേ ഉള്ളൂ. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കമ്പനിയുടെ വിശാല ഹൃദയം കാരണം അമ്മയെ കാണിച്ചു തരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അമ്മ 4 എണ്ണം പോയേ ഇപ്പം. ഒരു ചാൻസ് നോക്കാം. നാട്ടുകാരെ നിങ്ങളെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ദ്രൻ അവസാന എറിയിൽ എല്ലാം വീഴ്ത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഡീപോളിന്റെ ആണ്. നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റ് ബ്രാൻഡായ ഡീപോളിന്റെ കാർ കെയർ ആൻഡ് ഹോം ക്ലീനിങ് പ്രൊഡക്റ്റ്. ഹാപ്പി വിഷു മോനെ, ഹാപ്പി വിഷു. അപ്പൊ ഇനി നമുക്ക് അമ്മയെ കാണാം. ഓക്കെ, അതിനുള്ള സമയമായിട്ടുണ്ട്. കമോൺ കേക്ക്, കമോൺ. ബാസ്കറ്റ് ബോൾ കോർട്ടല്ല, ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു സ്ഥലം. ഇത് ബാസ്കറ്റ് ഉണ്ടല്ലോ, ഇത് ബാസ്കറ്റിലേക്ക് ഇടുക, വേറെ പരിപാടിയൊന്നുമില്ല. ശരി. രണ്ടാമത്തെ അറ്റം അതും ഇടിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. അടുത്തതും പോയി. ഈ 2 ഗോൾഡ് കോയിൻ നീ അയാൾക്ക് കൊടുത്തിട്ട് നീ തന്നെ പോളേട്ടനെ കൊണ്ട് ഇറപ്പിച്ച് വീഴ്ത്തും. ആളെഴിഞ്ഞ് വീഴ്ത്തിയില്ലെങ്കിൽ ആളിന് കിട്ടിയ അത്രയും കോയിൻ നിനക്ക് തിരിച്ചു തരും. ശരി, ഓക്കെ ആണോ? അങ്ങനെ വരും. ഓ, അറ്റംപ്റ്റ് നമ്പർ 1, 3 അറ്റംപ്റ്റ് കേട്ടോ. 2 ലാസ്റ്റ് ട്രൈ. അപ്പോ ഇവൻ കമ്പനിക്ക് കൊടുത്ത സകല സ്വർണം ഇവന് തിരിച്ചു കിട്ടി. എന്നാ ഇവൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല. എടാ, ഞങ്ങളുടെ അനുകമ്പ ഉണ്ട്, നിനക്ക് ക്ലൂ കിട്ടി. ഓരോ പുഞ്ചിരിയിലൂടെയും ഓരോ കണ്ണിലൂടെയും ഒരു ചിത്രം ഓർമ്മകളെ പ്രിയപ്പെട്ടതാക്കുന്നു. അവിടെ ഒരാൾ സത്യസന്ധമായ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. നിനക്ക് വേണ്ടി മാത്രം ഒരു സമ്മാനം തരാം. നഷ്ടപ്പെട്ടോ, കൺഫ്യൂസ്ഡ് ആണോ, വഴിയറിയില്ലേ, നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നഷ്ടപ്പെട്ടോ, ലോസ്റ്റ്. ആ, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആണോ, നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥലം. സന്തോഷത്തിൽ എന്തായാലും അമ്മയെ വിഷുവായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നേരെ കൊണ്ട് നിധിയുടെ അടുത്ത് കോയിൻ അമ്മ എണ്ണി നോക്കി എത്രയുണ്ടെന്ന്. അമ്മയ്ക്ക് നാണയങ്ങൾ ഇഷ്ടമാണെന്നൊക്കെ അല്ലേ പറഞ്ഞത്. നോക്കി എത്ര ബാക്കിയുണ്ടെന്ന്.
5, 6, 7. അതാ 7 തങ്ക നാണയങ്ങളാണ് മഞ്ജു പോലീസ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ടല്ലോ. സോ ദിസ് വാസ് വണ്ടർല പ്രസൻസ് വിഷു ഫൺ റൈറ്റ്. ഹലോ അമ്മ, കമോൺ കേറി പോന്നോളൂ ഇങ്ങോട്ട്. വാ വാ വാ. ഹിയർ ഈസ് ദ അമ്മ ഈസ് ഹിയർ. കിട്ടി മോളെ, കഷ്ടപ്പെട്ട. അയ്യോ ഇതേറ്റുള്ളൂ, ബാക്കിയൊക്കെ ഡോള് കൊണ്ടുപോയി. ഇത് എവിടെയായിരുന്നു? അതെ, മറ്റേ സംഭവം കൂടെ കൊടുക്ക്. എന്ത് ഇത്രയും കളിച്ച് കുറെ സ്വർണ്ണ നാണയമൊക്കെ ഞാൻ അങ്ങോട്ട് തന്നില്ലേ, അത് പഠിച്ചു മാറ്റാനാണ് പരിപാടി. പറഞ്ഞോ മോൻ എന്തൊക്കെ ഗെയിം ടാസ്ക് കളിച്ചോടെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. കൊറേ വിജയിച്ചു. നിറച്ച് സ്വർണ്ണ നാണയങ്ങളാ. ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അപ്പൊ കൂട്ടിമുട്ടി. എല്ലാം കഴിഞ്ഞല്ലോ. ഇനി എന്ത് പരിപാടി? ഇനി എന്താ പരിപാടി എന്നോ? ഇനിയാണ് യഥാർത്ഥ പരിപാടി. നമ്മളെല്ലാരും അമ്മമാരെയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇനി നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്നേ ഒരു കലക്കുന്നുണ്ട്. ദിസ് ഈസ് വണ്ടർല പ്രസൻസ് വിഷു ഫൺ റൈഡ്. കം ഓൺ ബോയ്സ്. എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള മുഖമാണല്ലോ. ആ ഗ്ലാസ് ഒന്ന് വരുമോ? രാവിലെ ഞാൻ കണ്ടപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. കിട്ടിയില്ലേ? ശരിയല്ലേ? എടാ നിനക്ക് എന്തെങ്കിലും കിട്ടിയോ? എന്ത് കിട്ടി? ഇവിടെ കൈ നിറയെ കൊണ്ടുവന്നേക്കുവാണ് സ്വർണ്ണക്കിഴി. ഇവിടെ ആക്ച്വലി ഇവിടെ കുറെ പലരും വലിയ കിഴിയായിട്ടാണ് ഓടുന്നത് ഞാൻ കണ്ടത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട് വേർത്ത് ഒലിച്ചാണ് ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടെന്താ? അതുകൊണ്ടെന്താ ഗുണം ഉണ്ടായില്ല, അമ്മനെ കിട്ടുകയും ചെയ്തു, സ്വർണ്ണകാര്യം കിട്ടുകയും ചെയ്തു. വിഷു ആയിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തേക്ക് എത്തിയ 4 അമ്മമാരെ നിങ്ങൾ അന്വേഷിച്ച് 4 മക്കളെത്തിയിട്ടുണ്ട്. അവസാനം അവർ തമ്മിൽ സംഗമിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. ഗോളുകളൊക്കെ സിനിമ പോലെ എല്ലാരും നമ്മൾ മീറ്റ് ചെയ്യിച്ചിട്ട് ഒരു ശുഭ പര്യവസാനം ആക്കിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരുമിക്കാൻ വന്നതാണെങ്കിലും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തല്ലിപ്പിരിയാൻ ചാൻസ് ഉള്ള ഒരു പരിപാടിയാണ്. അതായത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും കൂടെ ചേർന്ന് കുറച്ച് ഗെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഓണക്കളികൾ എന്നൊക്കെ പറയുന്ന പോലെ വിഷു കളികളാണ്. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? സോ ദിസ് ഈസ് വണ്ടർല പ്രസൻസ് വിഷു ഫൺ റൈഡ്. അങ്ങനെ ആദ്യത്തെ ഗെയിമിലേക്ക് നമ്മൾ കടക്കുകയാണ്. വെറും 15 സെക്കൻഡ് സമയം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ആ 15 സെക്കൻഡിനകത്ത് ആ വിഷുക്കണിയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. എന്നിട്ട് ആ വിഷുക്കണിയിൽ നിന്ന് ഒരു സാധനം എടുത്തു മാറ്റും. അത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതാണ് ഗെയിം. ഓക്കെ, 5 4 3 2 1 സമയം കഴിഞ്ഞിരിക്കുന്നു. മറച്ചോളൂ.